ഈഗിൾ ഇഷ്യൂ എന്നാണ് ഇത് ഈഗിൾ ഇഷ്യൂ എന്തുവാ? അവന്റെ ഏറ്റവും വലിയ സീൻ എന്ന് പറഞ്ഞാൽ അവനെ ട്രിഗർ ആയി സീനാണ്. മനസ്സിലായി? അവനെ വിഷമിപ്പിക്കാൻ വേണ്ടി കുറെ വഴികളുണ്ട്. അത് ഈസിയാണ്, അതറിയാലോ. അവൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തായാലും ഏറ്റവും കുറെ വരുള്ളൂ. മനസ്സിലായി? അപ്പം അവൻ ഇങ്ങനെ ഇടുമ്പോ അവൻ കടന്നു പോകും. അതാണ് അതിന്റെ അവൻ ഭയങ്കരമായിട്ട് ഇതാകും, അത് കലിപ്പാകും, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഉണ്ടല്ലോ മുത്തേ ഇങ്ങനെ ഇടുന്ന കുണകളൊക്കെ ശ്രദ്ധിച്ചു. അവൻ നാളെ ഉണ്ടല്ലോ അതേ വന്ന് കൊട്ടും വീടിന്റെ മുന്നിലെ. ഒന്നാലോചിച്ചാൽ മതി. നാളെ കറങ്ങിന്റെ അവിടെ രാവിലെ വന്ന് കൊട്ടുമ്പോണ്ടല്ലോ അവനായിരിക്കും മുന്നിൽ വന്നിരിക്കണം. മനസ്സിലായോ? അവനായിരിക്കും നീ നിന്റെ തന്തയുടെ കളി കാണുന്നു. മനസ്സിലായോ? അപ്പൊ അവൻ വീട്ടിൽ കയറി വന്നിരിക്കും, കസേരയിരിക്കും. അത് നിന്നോട് പറയും, ഇവിടെ ഇരിക്കാൻ പറയും, നിന്റെ തന്തയോട് പറയും, അപ്പൊ ഇരിക്കാൻ പറയും. മനസ്സിലായോ? എന്നിട്ട് അവിടെ പറയും പറയാനുള്ളതല്ല. മനസ്സിലായോ? ഇതാവും പറയാൻ ഒരു കാരണമുണ്ട് കേസ്. ഇതാവും പറയാൻ ഒരു കാരണമുണ്ട്. കാരണം സായിപ്പിന്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ആ സമയത്ത് ഞങ്ങൾ ഇതുപോലത്തെ ഒരു സ്കീമിനകത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ അന്ന് ഇതുപോലെ ആ പയ്യനെ വീട്ടിൽ പോയി കണ്ടിട്ട് ഒന്നും പറഞ്ഞൊന്നുമില്ല. അല്ല, സത്യമായിട്ടും പറയാം, വേറെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പുള്ളിയുടെ അവ അയച്ച മെസ്സേജും അവ ചെയ്ത് കാണിച്ച കാര്യവും ഞാൻ നേരെ കൊണ്ടുവന്ന് പുള്ളിക്കാരന്റെ അവന്റെ അമ്മയ്ക്കും അവന്റെ അച്ഛനെയും പിടിച്ചിരുത്തിയിട്ട് ഇതുപോലെ കാണിച്ചു കൊടുത്തിട്ട് കാര്യം പറഞ്ഞ് അമ്മ ഇതുപോലെയാണ് സംഭവം. ഞാനിത് ചെറിയ ചെക്കനായതുകൊണ്ടാണ്, ചെറിയ ചെക്കൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിനാണ് പഠിക്കണത്. അപ്പൊ ചെറിയ ചെക്കനായതുകൊണ്ട് പിന്നെ അവന്റെ അമ്മ അങ്ങ് പറഞ്ഞു, മോനെ ഞങ്ങൾ കടം മേടിച്ചിട്ട് ലോൺ എടുത്തിട്ടൊക്കെയാണ് പഠിക്കാൻ വിടുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഈ സെയിം അടൂരുള്ള പയ്യനാണ്. അടൂർ